അത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആധാർ കാർഡ് ഡൗൺലോഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യുണൈറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാം. ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗെറ്റ് ആധാർ എന്നുള്ള ആ ഒരു ഭാഗം. അതിന് താഴെയായിട്ട് ഡൗൺലോഡ് ആധാർ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ID നമ്പർ ഇതിലേതെങ്കിലും ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് അതിലെന്താണോ കാണുന്നത് ആ ഒരു ക്യാപ്ച കോഡ് അതിന് തൊട്ട് താഴെ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. ഇനി ക്യാപ്ച കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ഒരു റൗണ്ടിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ച കോഡ് മാറി വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിൻ്റെ ബാർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കും. അതിനുശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന OTP താഴെ കാണുന്ന എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിന് തൊട്ട് താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ആവുന്നതാണ്. ആധാർ കാർഡ് PDF ഫയലായിട്ടായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അത് എങ്ങനെയാണ് അതിൻ്റെ പാസ്വേഡ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അനീഷ് Y കുമാർ 1989 ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയർ ആണ് കൊടുക്കേണ്ടത്. അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ഇയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡായി. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇതുപോലെ PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് OK ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും.